ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് എൻട്രി സ്ട്രാറ്റജീസാണ്. ഏതെല്ലാം തരത്തിൽ ഒരു ഫേമിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാൻ സാധിക്കുന്ന സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള, നമ്മൾ കേട്ടിട്ടുള്ള പോയിൻറ്റ്സാണ്. അപ്പോൾ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഫസ്റ്റ് പറയുന്നത് എക്സ്പോർട്ടിംഗ് ആണ്. എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു എൻട്രി സ്ട്രാറ്റജിയാണ്. ആൾമോസ്റ്റ് എല്ലാ കമ്പനികളും ഏതെങ്കിലുമൊക്കെ മാർക്കറ്റിലേക്ക് ഈ എക്സ്പോർട്ടിങ് ചെയ്യുന്നുണ്ടാവും. ഈ എക്സ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അവരുടെ ഹോം കൺട്രിയിൽ വെച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തും. എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് എന്ത് ചെയ്യും, മറ്റു മാർക്കറ്റുകളിലേക്ക് എക്സ്പോർട്ടിങ് ചെയ്യും. എക്സ്പോർട്ടിങ് ഏതെല്ലാം സാഹചര്യങ്ങളിൽ അപ്രോപ്രിയേറ്റ് ആവും എന്ന് നമുക്കിനി നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഫോറിൻ മാർക്കറ്റിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഹോം മാർക്കറ്റിനേക്കാൾ കൂടുതലാണ് ഫോറിൻ മാർക്കറ്റിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുണ്ടെങ്കിൽ. സെക്കൻഡ് പറയുന്നത് നമ്മുടെ ആ ഒരു ഫോറിൻ മാർക്കറ്റ് നമ്മൾക്കൊരു ലോങ് പീരീഡിലേക്ക് അവൈലബിൾ ആവുമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. തേർഡ് പറയുന്നത് ഫോറിൻ കൺട്രിയിൽ പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിസ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് അത്തരം സാഹചര്യങ്ങളിലും എക്സ്പോർട്ടിംഗ് ആണ് നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് പറയുന്നത്. പിന്നെ പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോറിൻ കൺട്രിയെ ഗവൺമെൻറ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ എൻകറേജ് ചെയ്യുന്നില്ല. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് അവർക്ക് താല്പര്യമില്ല. പിന്നെ പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ അത്രയും പ്രൊഡക്ട്സ് നമുക്ക് നമ്മുടെ ഹോം മാർക്കറ്റിൽ വിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പോർട്ടിങ് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് അപ്രോപ്രിയേറ്റ് ആവുക എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ ഈ സാഹചര്യങ്ങളൊക്കെയാണ്. പിന്നെ പറയുന്നത് 2 ടൈപ്പ് ഓഫ് എക്സ്പോർട്ടിംഗ് ആണുള്ളത്. ഒന്ന് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങും ഒന്ന് ഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങും. ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട്സൈഡ് ഏജൻസിയെ ഏൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം എക്സ്പോർട്ടിനെ നമ്മൾ എന്ത് പറയും, ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറയും. പിന്നെ ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ആണ്. ഒരു പ്രൊഡക്റ്റിൻ്റെ സെല്ലിങ്ങും മാർക്കറ്റിങ്ങും ഒക്കെ ആ ഒരു സെയിം സ്ഥാപനം തന്നെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് പറയും, ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറയും. സെക്കൻഡ് പറയുന്ന സ്ട്രാറ്റജിയാണ് ലൈസൻസിങ്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ പ്രൊഡക്റ്റ് ഒരു ഫോറിൻ മാർക്കറ്റിൽ മാനുഫാക്ചർ ചെയ്ത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് കൊടുക്കുന്നതിന്, ആ ഒരു മാനുഫാക്ചർ മറ്റൊരാൾക്ക് ലൈസൻസ് കൊടുക്കുന്നതിന് ആ ഒരു പ്രോസസ്സിനെയാണ് ലൈസൻസിങ് എന്ന് പറയുന്നത്. ഇതിൽ 2 പാർട്ടീസാണ് കേട്ടോ ഉള്ളത്. ഒന്ന് ലൈസൻസറും ഒന്ന് ലൈസൻസിയും. ലൈസൻസർ എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ ഉടമസ്ഥർ, അതായത് ആ പ്രൊഡക്റ്റിൻ്റെ യഥാർത്ഥ മാനുഫാക്ചേഴ്സ്. ലൈസൻസ് എന്ന് പറഞ്ഞാൽ ആർക്കാണോ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ലൈസൻസ് കൊടുക്കുന്നത് അവരെയാണ് ലൈസൻസി എന്ന് പറയുന്നത്. അടുത്ത സ്ട്രാറ്റജിയാണ് ഫ്രാഞ്ചൈസിങ്. ലൈസൻസിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ ഫോമാണ് ഫ്രാഞ്ചൈസിങ്. ഇതിൽ 2 പാർട്ടീസാണുള്ളത്, ഫ്രാഞ്ചൈസറും ഫ്രാഞ്ചൈസി. ഫ്രാഞ്ചൈസർ എന്ന് പറഞ്ഞാൽ പാരൻറ്റ് കമ്പനി, ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ ഫോറിൻ കമ്പനി. പാരൻറ്റ് കമ്പനി മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് കമ്പനിക്ക് ഈ പാരൻറ്റ് കമ്പനി പറയുന്ന രീതിയിൽ ബിസിനസ് ചെയ്യാനുള്ള ലൈസൻസ് പ്രൊവൈഡ് ചെയ്യാണ്. ഈ ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നതിൽ ഫ്രാഞ്ചൈസറാണ് എന്ത് ചെയ്യുന്നത്, ടോട്ടൽ മാർക്കറ്റിംഗ് പ്രോഗ്രാം ഫ്രാഞ്ചൈസിക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നത്. അടുത്ത സ്ട്രാറ്റജിയാണ് ഓൺലി ഓൺഡ് സബ്സിഡിയറി. ഒരു കമ്പനി ഫോറിൻ മാർക്കറ്റിൽ മുഴുവനായിട്ടും ഒരു സ്ഥാപനത്തെ ഓൺ ചെയ്യാം. അതായത് പ്രൊഡക്ഷൻ മുതൽ അൾട്ടിമേറ്റ് സെല്ലിങ് വരെ എല്ലാ ബിസിനസ് ഫംഗ്ഷനും നടത്തുന്ന ഫോറിൻ നാഷനിൽ ആ കമ്പനി തന്നെ ഏറ്റെടുത്ത് ചെയ്യുക. ഫോറിൻ നാഷനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ കമ്പനി തന്നെ ഏറ്റെടുത്ത് ചെയ്യുക.
സോ നമുക്ക് ഒരു ഫോറിൻ മാർക്കറ്റിൽ ഒരു സബ്സിഡിയറി സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് വൺ, ആ ഒരു ഫോറിൻ മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലോക്കൽ കമ്പനി അക്വയർ ചെയ്യുക. അവിടെയുള്ളൊരു ലോക്കൽ കമ്പനി വാങ്ങിക്കുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. എന്നിട്ട് സെയിൽസ്, മാർക്കറ്റിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ പറഞ്ഞാൽ, ആ ഫോറിൻ മാർക്കറ്റിൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക, 1 മുതൽ എല്ലാ കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതായത് ഫാക്ടറി ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിന്ന് പ്രൊഡക്ഷൻ നടത്തുക, എന്നിട്ട് സെയിൽസ്, മാർക്കറ്റിംഗ്, ഇങ്ങനെ മുഴുവൻ നമ്മൾ തന്നെ ചെയ്യുക. സോ ഇങ്ങനെയുള്ള 2 രീതിയിലാണ് നമുക്ക് ഫോറിൻ കൺട്രിയിൽ നമുക്ക് മുഴുവനായിട്ടും ഒരു സബ്സിഡിയറി ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അടുത്ത സ്ട്രാറ്റജിയാണ് ജോയിൻറ്റ് വെഞ്ചർ. 2 അതിലധികമോ ആൾക്കാർ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ഈ ജോയിൻറ്റ് വെഞ്ചറിൽ അതിലുള്ള പാർട്ടീസ് അവർ ഈക്വലായിട്ടായിരിക്കും പ്രൊജക്റ്റിൽ എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ക്യാഷ് ആയാലും ടൈം ആയാലും എഫേർട്ടായാലും എല്ലാം അതിലെ പാർട്ട്നേഴ്സ് എന്തായിരിക്കും, ഈക്വലായിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു കമ്പനി മറ്റൊരു ഫോറിൻ കൺട്രിയിൽ പോയിട്ട് അവിടെ ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് FDI എന്ന് പറയുന്നത്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് പല രീതിയിലും നമുക്ക് നടത്താൻ സാധിക്കും. അതായത് മെർജേഴ്സ്, അക്വിസിഷൻസ്, ജോയിൻറ്റ് വെഞ്ചേഴ്സ്, ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെ പല തരത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത സ്ട്രാറ്റജിയാണ് ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഈ ഒരു ഫോറിൻ കൺട്രിയിൽ നമ്മുടെ ഒരു ന്യൂ ബിസിനസ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെയാണ് ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇതും FDIയുടെ മറ്റൊരു ഫോമാണ്. ഈ ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഒരു രാജ്യത്ത് പോയിട്ട് ഒന്നിൽ നിന്ന്, അതായത് നമ്മുടെ ഗ്രൗണ്ട് അപ്പിൽ നിന്ന്, ഏറ്റവും ബേസിൽ നിന്ന് നമ്മുടെ എല്ലാ പരിപാടികളും ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ ലാസ്റ്റ് പറയുന്നതാണ് സ്ട്രാറ്റജിക് അലയൻസ്. അതായത് ഒരു ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ലിമിറ്റിനേക്കാൾ കൂടുതൽ 2 കമ്പനീസ് ഒരുമിച്ച് ചേർന്ന് അവർ തമ്മിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് അവരുടെ മൊത്തം റിസോഴ്സസിനെ ഒക്കെ പൂൾ ചെയ്തിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഒരു ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ലിമിറ്റിനേക്കാൾ കൂടുതൽ 2 കമ്പനീസ് ഒരുമിച്ച് ചേർന്ന് അവർ തമ്മിൽ കൊളാബ് ചെയ്തിട്ട് അവരുടെ മൊത്തം റിസോഴ്സസിനെ ഒക്കെ പൂൾ ചെയ്തിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത്. 2 ഡിഫറെൻറ്റ് ഫേംസ് തമ്മിൽ ഒരു കോപ്പറേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുക എന്നുള്ളൊരു അഗ്രിമെൻ്റാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത്.